ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇന്ന് കുറേ പരിപാടികളുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി പല്ലൊക്കെ തേച്ച് നമ്മൾ നല്ല ചൂട് ചപ്പാത്തി സാമ്പാറും ഒക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഡയറ്റിലായതുകൊണ്ട് 2 ചപ്പാത്തി കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ 3. അത് കഴിഞ്ഞ് നമ്മൾ റെഡി ആവാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം എൻ്റെ കേളി ഹെയറിനുള്ള മൗസ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എല്ലാം ഇട്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അമ്പലത്തിലെത്തിയപ്പോൾ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിന് 3 സൈഡിൽ ഇതുപോലെ ഷെഡുണ്ട്, ഒരു സൈഡിലില്ല. അപ്പോൾ ആ സൈഡിൽ ഭയങ്കര വെയിൽ. അപ്പോൾ അകത്ത് കയറി തൊഴുതിട്ട് കല്ലേ കൂടെ ഞാൻ ചാടി ചാടി നടക്കുന്നത്, അത്രയ്ക്ക് വെയിലാണ്, ഭയങ്കര വെയിൽ. പിന്നെ നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിലും അപ്പുറത്തുള്ള കയറിയിട്ട് നമുക്ക് അന്നദാനം കഴിക്കണമായിരുന്നു. അങ്ങനെ അന്നദാനം കഴിക്കാൻ പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അങ്ങനെ പ്രാവിനെയൊക്കെ ചെന്ന് ഓടിച്ച്, പിന്നെ കുളം ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുളത്തിലൊക്കെ ഒന്ന് പോയി. അവിടുന്ന് വന്ന് ഈ അന്നദാനത്തിന് വേണ്ടി ക്യൂ നിന്നപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്. ആ കാണുന്നതാണ് ആ എൻട്രൻസ്. അങ്ങനെ ഞങ്ങൾ എത്രാമത്തേലാണ്, 3ാമത്തെ ക്യൂവിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാണുന്നതാണ് സർപ്പക്കാവ്. അങ്ങനെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ചൂട് കൊണ്ട് ഊതി ഞാൻ തന്നെ മടുത്ത്. പിന്നെ അവസാനം കതക് തുറന്നു, ടോക്കൺ കൊടുത്ത് എല്ലാവരും കയറാൻ തുടങ്ങി. അങ്ങനെ കയറി ചോറും മോരും സാമ്പാറും കാത്തോരനും അച്ചാറും കിട്ടി നമുക്ക് കറിയായിട്ട്. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കടും പായസവും അവർ പ്രസാദമായിട്ട് തന്നു, അത് കഴിച്ചു. പിന്നെ ഉത്സവത്തിൻ്റെ സെറ്റപ്പ് എല്ലാം അവർ അഴിച്ചു മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ. പിന്നെ ചിന്തിക്കടയിൽ കയറി കുറേ ഷോ കാണിച്ച്. ഞാൻ ഒന്നും മേടിക്കൂല, അതുണ്ടോ ഇതുണ്ടോ ചേട്ടൻ ചോദിച്ച് നടക്കും. അങ്ങനെ അവിടുന്ന് വന്നു കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുത്ത് വൈകിട്ട് നാത്തൂൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ചേച്ചിക്ക് നമ്മൾ പലഹാരം മേടിക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ പലഹാരം മേടിക്കാൻ നിർത്തിയപ്പോൾ നല്ല ചൂട് ബജ്ജി കേട്ടോ മേടിച്ചേ. അങ്ങനെ ഏത്തക്കാപ്പവും ഇപ്പോൾ വറുത്തിട്ട ഉള്ളിവടയും മേടിച്ച് നമ്മളവിടുന്ന് യാത്ര തിരിച്ചു. അപ്പോൾ ചേച്ചി എടുത്ത് പോകുന്നതുകൊണ്ട് ഏതായാലും പുതുപ്പള്ളിക്കല്ലേ നമ്മൾ പോകണം. അങ്ങനെ പള്ളിയിൽ കയറാമെന്നോർത്ത് പള്ളിയിൽ ചെന്ന് ഈ കടയിൽ നിന്ന് മെഴുകുതിരിയൊക്കെ മേടിച്ചു. അപ്പോൾ ആ കടയിൽ ചേച്ചി എന്നോട് പറഞ്ഞ് കമ്മൽ കാണാൻ കൊള്ളാമെന്ന്. ഞാനൊരു 10 അടി പൊങ്ങി. അവിടുന്ന് പിന്നെ നേരെ നടന്ന് പള്ളിയിൽ കയറി. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളി വരുന്നത്. അവിടെയും ചൂടോട് ചൂട്. അങ്ങനെ പള്ളിയിൽ കയറി. പള്ളിയിൽ കുർബാന സമയമായിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ചേച്ചി പലഹാരമൊക്കെ വെച്ച്, അത് ഞാൻ തൊട്ടിട്ടില്ല, ഡയറ്റാണല്ലോ. പിന്നെ ചേച്ചിയുടെ തറവാട്ടിലൊക്കെ പോയി നമ്മളവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് പുലിമടയിൽ കയറി 2 ലൈം ടീയും കുടിച്ച് ഞാനും അമ്മയും വർത്താനം പറഞ്ഞ് അവിടെ കുറേ നേരം ഇരുന്നിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ പോന്നു. ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.